കല്ലിൽ ജോർജ് ജോസഫ് മെമ്മോറിയൽ യു പി സ്കൂളിന് സമീപം കാട്ടാന ഇറങ്ങി. കഴിഞ്ഞ പുലർച്ചെ 6:30 കൂടിയാണ് ആനക്കൂട്ടം ഇറങ്ങിയത്. സ്കൂളിന് സമീപത്തെ റബ്ബർ തോട്ടത്തിൽ കൂടി ഇറങ്ങി വന്ന ആനക്കൂട്ടം കല്ലിൽ തോട്ടവളിൽ CS ജോയിയുടെ വാഴത്തോട്ടത്തിലെത്തി. വാഴകൃഷിയും മറ്റു കൃഷികളും നശിപ്പിച്ച ശേഷം മൺതിട്ട ഇടിച്ചിറങ്ങി റോഡിലൂടെ വനത്തിലേക്ക് പോയി. 10,000-ൽ പരം രൂപ മുടക്കി നിർമ്മിച്ച കമ്പിവേലിയും നശിപ്പിച്ചതായി കർഷകൻ ജോയി പറഞ്ഞു. ഞാൻ കുഞ്ഞുനാൾ മുതൽ ഇവിടെ കൃഷി ചെയ്ത് ജീവിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ടുള്ള ശല്യമാണ് ഈ ഉണ്ടാക്കുന്നത്. മറ്റേ പന്നിയായിരുന്നു. പന്നി കയറാതിരിക്കാൻ ഇതെല്ലാം ചെയ്ത്. ആന വരും നമുക്ക് ഇങ്ങനെ അറിയത്തില്ലായിരുന്നു. ഇല്ലില്ല. പാവപ്പെട്ടവൻ എവിടെയെങ്കിലും കൃഷി ചെയ്യുന്ന ഒരുപാട് പേർക്കുള്ള അന്നമാണ് ഉണ്ടാക്കുന്നത്. കാരണം സർക്കാരിന് ആന മൃഗങ്ങളെ വളർത്തി അവർ ജീവിക്കുകയാണ്. കാരണം അടിക്കാട് തീ കത്തുന്നില്ല. അടിക്കാട് തീ കത്തിയായിരുന്നെങ്കിൽ മൃഗങ്ങളൊന്നും വെളിയിൽ ഇറങ്ങത്തില്ല. കാരണം ഇളം തീറ്റകൾ ഇഷ്ടംപോലെ കാട്ടിലുണ്ടാകുമായിരുന്നു. ഇപ്പം അടിക്കാട് കത്തിക്കാത്തതിൻ്റെ പേരിൽ കാട്ടുമൃഗങ്ങൾ മൊത്തവും നാട്ടിലാണ് ശല്യം ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു കൃഷി ചെയ്ത് എത്രയോ എണ്ണത്തിൻ്റെ വയറ് മനസ്സുള്ളത് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാത്തോടെല്ലാം ചെയ്യുമോ? ഇപ്പം സർക്കാരിന് ഇപ്പം എന്ന് പറഞ്ഞാൽ കൊണ്ട് ഈ വെളിയിൽ നിറങ്ങുന്ന വിഷങ്ങൾ കൊടുത്ത് അവർക്ക് ടാക്സ് കിട്ടും. നാട്ടിൽ കൃഷി ചെയ്താൽ വലിയ ടാക്സ് കിട്ടത്തില്ല. ഇതൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. മൊത്തം നശിപ്പിക്കുകയാണ് ആനകളും കുരങ്ങുരുകൂടി കൂടെ മൊത്തം ഇതെല്ലാം നേരത്തെ വിളിപ്പിക്കും. പിന്നെ ഞാൻ കാവൽ കിടന്ന് അതെല്ലാം ഓടിച്ച് കളഞ്ഞതല്ലേ കുരങ്ങനെ. ഇപ്പം എനിക്കിപ്പോൾ ഒരു 10,000 രൂപയുടെ നഷ്ടമുണ്ട്. ഏരിയെല്ലാം ഈ കെട്ടി വരണമെങ്കിൽ അത്ര എനിക്ക് ഇപ്പം നഷ്ടമുള്ളൂ. ഭയങ്കര ശല്യങ്ങളാണ്. കാട്ടുകൊണ്ട് കൊണ്ട് ജീവിക്കാനൊക്കെ സാഹചര്യങ്ങളാണ്. ഒത്തിരി പോയി. വാഴ അവിടെ നിന്നുള്ള ചേമ്പ് ഇതെല്ലാം അടിച്ചു നിർത്തി അവിടെ നിന്ന് നിർത്തി ഇങ്ങനെ വന്നിരിക്കുക. ചവിട്ടി നിർത്തി രാവിലെ ആണ്ട് അല്ലെങ്കിൽ മൊത്തം വെളുപ്പിച്ചതായിരുന്നു. ഒന്നും കാണത്തില്ലായിരുന്നു. നാട്ടിൽ കൃഷി ചെയ്യാനൊക്കെ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നത്? കാട്ടുമൃഗം കൊണ്ട് അവർ ജീവിക്കുക. അവർക്ക് എപ്പോഴും ആനയെ സ്വീകരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അവരൊന്നും ചെയ്യുന്നില്ല ആനയ്ക്ക് വേണ്ടി. ഇല്ല. അവർ രാവിലെ വന്നിട്ട് വെളുപ്പിന് വന്നിട്ട് പോയെന്ന് പറഞ്ഞു. അവരൊന്നും നോക്കത്തിൽ കാണുകയില്ല. അതൊന്നും ചെയ്യത്തുമില്ല. അതാണിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ ഓടിക്കൂടെ വൈകിട്ട് പോകും. അവരെ തിരിച്ചു പോകും. അവർ ഈ ആനയുമായിട്ടും യാതൊരു ബന്ധമില്ല. മൃഗങ്ങളോട് യാതൊരു ബന്ധമില്ല. അവർ ചുമ്മാ അവരെ ഡ്യൂട്ടി ചെയ്യുന്നു. അവർക്ക് കാശ് കിട്ടുന്നില്ല. അവർക്ക് ഇത്ര പെട്രോൾ അടിച്ച് വണ്ടി അടിച്ച് പോകുന്നു. ഇതേ ഉള്ളൂ. എല്ലാ ഇവിടെ ഒന്നും അവർ നോക്കത്തില്ല, കാണത്തില്ലൊന്നും ഇല്ല. എന്നും വേണ്ടും നശീകരണം നേരത്തെ വലിഞ്ഞ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ മതിയോ? എല്ലാവരുടെയും ആനയുടെ ശല്യമാണ്. ഇവിടെ എന്ത് എങ്ങനെ ജീവിക്കുന്നത്? എങ്ങനെ? കല്ലിൽ സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് പിന്നീട് ആനയെ കണ്ടത്. സ്കൂളിന് സമീപത്ത് താമസിക്കുന്ന കൂട്ടുകാരനൊപ്പം സൈക്കിൾ വരുമ്പോഴാണ് ആന റബ്ബർ തോട്ടത്തിൽ കൂടി ഇറങ്ങി വരുന്നത് കണ്ടതെന്ന് ജിബിൻ പറഞ്ഞു. ഞാൻ വീട് തുറന്ന് ഞങ്ങൾ നടക്കാനായിട്ട് ഇങ്ങോട്ട് എഴുന്നേറ്റപ്പോ ഞാനും എന്റെ കൂട്ടുകാരനും കൂടെ ഉണ്ടായിരുന്നു. അപ്പോഴത്തേനും വീട് തുറന്ന് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേനും ആന ഫ്രണ്ടില്. അപ്പൊ ഞങ്ങൾ പേടിച്ച്. അപ്പൊ ഞങ്ങൾ ആൾക്കാരെയൊക്കെ വിളിച്ചപ്പോഴത്തേനും അവരെല്ലാം കൂടെ ഓടിച്ച് ഇങ്ങനെ അതുവഴി ചാടി. അപ്പൊ ഞാനും ആനങ്ങോട്ട് ഓടിയപ്പോഴത്തേനും ഞാൻ വഴി ഇങ്ങോട്ട് നടന്നു വന്ന്. അപ്പൊ ഇതുവഴി ചാടി ഇതുവഴി പോയി അതുവഴി എല്ലാം അവിടെ അടിച്ചു പൊട്ടിച്ച് മണ്ടയ്ക്കൂടെ കയറിയെന്ന് തോന്നുന്നു. അവിടെ എല്ലാം കൃഷിയെല്ലാം നശിപ്പിച്ച് അവിടെ അതുവഴി ഇറങ്ങി. അതുവഴി അവിടെ 5 ആന ഉണ്ടായിരുന്നു. ഒരെണ്ണം ഒറ്റക്കൊമ്പനായിരുന്നു. അപ്പൊ ഒരു 4 ആന ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ ഓടിച്ച് ഇവിടെ കൊണ്ടുവന്നപ്പോഴത്തേനും 5 ആനയും കൂടെ അങ്ങോട്ട് പോയിട്ടു. അതൊരു 6:15 അടുത്ത് കാണും. പേടി തോന്നി. പിന്നീട് കുട്ടികൾ സമീപവാസികളെ വിവരം അറിയിക്കുകയും നാട്ടുകാർ സ്ഥലത്തെത്തിയപ്പോൾ സ്കൂളിന് സമീപത്തായി 4 ആനകൾ നിലയുറപ്പിച്ചിരുന്നു. ഏറെ നേരത്തിന് ശേഷമാണ് ആനകൾ കാട്ടിലേക്ക് പറഞ്ഞത്. കാട്ടാന സ്കൂളിന് സമീപത്ത് വരെ എത്തിയതോടെ ഭീതിയിലായെന്ന് HM സുമ ടീച്ചർ പറഞ്ഞു. സ്കൂളിന് സമീപം ഇന്ന് രാവിലെ 7 മണിക്ക് കാട്ടാന എത്തുകയുണ്ടായി. ഒരു ഒറ്റയാനായിരുന്നു എത്തിയത്. അതുകൊണ്ട് വളരെ ഭീതിയോടുകൂടിയാണ് കുട്ടികളും അധ്യാപകരും നാട്ടുകാരും എല്ലാം തന്നെ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇവിടെ വന്യമൃഗങ്ങളുടെ ശല്യം വളരെ രൂക്ഷമാണ്. കഴിഞ്ഞ ആഴ്ച സമീപത്തുള്ള ഒരു വീടിൻ്റെ മതിൽ വന്ന് ഇളക്കുകയും ചെയ്തു. അതിനുശേഷം ഇന്ന് അത് സ്കൂളിൻ്റെ പരിസരത്തുകൂടി അത് ഇന്ന് ഓടിപ്പോവുകയും രാവിലെ 7 മണിക്ക് അടുത്തുള്ള മതിൽ കയ്യാല അത് ചവിട്ടി ഇളക്കിയതിന് ശേഷമാണ് അത് പോയത്. വളരെ ഭീതിയോടുകൂടിയാണ്. രാവിലെ കുട്ടികൾ വന്നപ്പോൾ അവർ പേടിച്ചാണ് സ്കൂളിലേക്ക് എത്തിയത് പോലും. 7 മണി ആയതുകൊണ്ട് ഒരിക്കലും ഇങ്ങനെ പകൽ നമ്മൾ ആനയെ കണ്ടിട്ടില്ല. സ്കൂളിന് സമീപത്തായി അംഗനവാടിയും പ്രവർത്തിക്കുന്നുണ്ട്. ആനക്കൂട്ടം ഇതിന് സമീപം വരെ എത്തിയിരുന്നു. രാവിലെ കല്ലേലി ഭാഗത്തു നിന്നുള്ള സ്കൂൾ കുട്ടികളടക്കം ആനക്കൂട്ടം ഇറങ്ങിയ വഴിയിൽ കൂടിയാണ് സ്കൂളിലേക്ക് എത്തുന്നത്. ആനകൾ സ്ഥിരമായി ഇവിടെ ഇറങ്ങിയതോടുകൂടി ഭീതിയിലാണ് വിദ്യാർത്ഥികളും അധ്യാപകരും. കാട്ടാന
ഇറങ്ങിയതറിഞ്ഞ് കല്ലേലി ജോർജ് ജോസഫ് മെമ്മോറിയൽ യു പി സ്കൂളിൽ കോന്നി തഹസിൽദാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം എത്തി സ്കൂളിലെ പ്രധാന അധ്യാപികയോട് വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം സ്ഥലത്ത് എത്രയും വേഗം വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് വനപാലകർക്ക് നിർദ്ദേശം നൽകിയതായി കോന്നി തഹസിൽദാർ NB സന്തോഷ് പറഞ്ഞു. രാവിലെ വാർത്ത കേട്ടതാണ് സ്കൂളില് അടുത്ത് വരെ ആന എത്തി എന്നുള്ള ഒരു വാർത്ത പ്രചരിച്ചു. അപ്പം അത് തിരക്കാനായിട്ടാണ് വന്നത്. അപ്പം സ്കൂളിലെ HM സംസാരിച്ചപ്പോൾ രാവിലെ 7 മണിയോടുകൂടിയാണ് ഒരൊറ്റയാന എത്തിയെന്നും അത് സമയത്ത് റബ്ബർ കൂടി പോയിട്ട് സ്കൂളിൻ്റെ സമയത്തെ ആ മതിൽ ഇടിച്ചായിട്ടും അറിഞ്ഞു. പിന്നെ 10-30 കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. ഇവിടുത്തെ സാധാരണക്കാരായ തോട്ടം തൊഴിലാളികളുടെ മക്കൾ പഠിക്കുന്ന സ്കൂളാണ്. ഡെപ്യൂട്ടി റേഞ്ചറെ വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട്. അവർ ഉടൻ സ്ഥലത്തെത്തും. അവർ രാത്രിയിലുമൊക്കെ ഈ ഒരു ആനയെ സംബന്ധിച്ചുള്ള ജോലിയിലായിരുന്നു. എന്തായാലും ഡെപ്യൂട്ടി റേഞ്ചറെ തഹസിൽദാർ എന്ന നിലയിൽ വിളിച്ചിട്ടുണ്ട്. ഉടൻ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. VM ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.